जय केरलम, जय केरलम, जय विकसिता केरलम, जय विकसिता केरलम. केरालथिल एंटे प्रिय पेट्टा सहोदरी विनीतमाया नमस्कारम. मैं कल्पाती श्री विशालाक्षी समेत श्री विश्वनाथ स्वामी जी के चरणों में प्रणाम करता हूं. मैं देख रहा हूं इस बार केरलम में एक अलग ही माहौल है. केरलम बदलाव का संदेश दे रहा है. एनडीए की बढ़ती लोकप्रियता, बीजेपी के प्रति लोगों का बढ़ता विश्वास आज आप सबका उत्साह और ये आपका समर्थन, इतनी बड़ी संख्या में आपकी उपस्थिति पालक्काड़ ये बता रहा है केरलम का मोड़ अब एक मूवमेंट बन चुका है. अब केरलम के युवाओं का विश्वास है बीजेपी और एनडीए. अब केरलम की महिलाओं का स्नेह है बीजेपी और एनडीए. अब केरलम के किसानों का प्रेम है बीजेपी और एनडीए. ഞാൻ കൽപ്പാത്തിയിലെ വിശാലാക്ഷി സമേതനായ ശ്രീ വിശ്വനാഥ സ്വാമിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. എനിക്ക് കാണാൻ സാധിക്കുന്നു ഇപ്രാവശ്യം കേരളത്തിൽ മാറിയ സാഹചര്യമുണ്ട്. കേരളം മാറ്റത്തിന്റെ സന്ദേശം നൽകുന്നു. ആ സന്ദേശം എൻഡിഎയുടെ വർദ്ധിച്ചുവരുന്ന ജനസമ്മതിയും ബിജെപിയോട് ജനങ്ങൾക്ക് കൂടി വരുന്ന വിശ്വാസവും കാണാൻ സാധിക്കും. ഇന്ന് നിങ്ങളുടെ എല്ലാ ആവേശവും പിന്തുണയും ഇത്രയും വലിയ സംഖ്യയിൽ നിങ്ങളുടെ പങ്കാളിത്തവും അത് നൽകുന്നു. പാലക്കാട് പറയുന്നു കേരളത്തിന് ചിന്താഗതി മാറിയിരിക്കുന്നു. ആ മാറിയ ചിന്താഗതി ഇന്ന് വലിയ ഒരു മുന്നേറ്റമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ യുവാക്കൾ അവരുടെ വിശ്വാസം ബിജെപിയിലും എൻഡിഎയിലുമാണ്. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ സ്നേഹം ബിജെപിയോടും എൻഡിഎയോടുമാണ്. ഇപ്പോൾ കേരളത്തിലെ കൃഷിക്കാർക്ക് പ്രേമം ബിജെപിയോടും എൻഡിഎയോടുമാണ്. एनडीए सहृदगणे, इस बदलाव के पीछे केरलम की जनता का आशीर्वाद है. इसके पीछे केरलम बीजेपी के लाखों कार्यकर्ताओं की मेहनत है. हमारे कितने ही कार्यकर्ताओं ने यहां पॉलिटिकल वायलेंस के कारण अपना जीवन खोया है. मैं आज केरलम की मेरी ये पहली चुनाव सभा में उन सभी कार्यकर्ताओं को इस मंच से आदरपूर्वक श्रद्धांजलि देता हूं. സുഹൃത്തുക്കളെ, ഈ മാറ്റത്തിന് പിന്നിൽ കേരളത്തിലെ ജനങ്ങളുടെ അനുഗ്രഹമാണ്. ഇതിന് പിന്നിൽ കേരളത്തിലെ ബിജെപിയുടെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ അധ്വാനമാണ്.
നമ്മുടെ എത്രയോ പ്രവർത്തകർ രാഷ്ട്രീയ ആക്രമണങ്ങളിൽ ജീവൻ ബലി നൽകി. ഇന്ന് ഇവിടെ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിലെ എന്റെ ആദ്യത്തെ യോഗത്തിൽ വെച്ച് ഞാൻ ആ പ്രവർത്തകരുടെ മുമ്പിൽ പ്രണമിക്കുന്നു. एनडीए सहृदगढ़े केरलम को सुंदरतम क्यों कहा जाता है, इसका एहसास हमें पालक्काड़ आते ही हो जाता है. हमारा पालक्काड़ केरलम का प्रवेश द्वार है. यहां प्रकृति की अद्भुत सुंदरता भी है. केरलम की प्राचीन जीवन संस्कृति भी है और ये केरलम की प्रतिभा और परिश्रम का एक बड़ा केंद्र भी है. यहां कल्पाती मंदिर का महत्व बताते हुए काशी का उदाहरण दिया जाता है. काशी का सांसद होने के नाते ये मेरे लिए और भी विशेष है. സുഹൃത്തുക്കളെ, കേരളം സുന്ദരമാണ് എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇതിന്റെ തെളിവ് പാലക്കാട്ട് വരുമ്പോൾ മനസ്സിലാകും. നമ്മുടെ പാലക്കാട് കേരളത്തിന്റെ പ്രവേശന കവാടമാണ്. ഇവിടെ പ്രകൃതിയുടെ അത്ഭുതകരമായ സൗന്ദര്യമുണ്ട്. കേരളത്തിന്റെ പ്രാചീന ജീവിത സംസ്കാരമുണ്ട്. ഈ പാലക്കാട് ഇവിടം കേരളത്തിന്റെ പ്രതിഭകളുടെയും കഠിനാധ്വാനത്തിന്റെയും ഒരു വലിയ കേന്ദ്രവുമാണ്. ഇവിടെ കൽപ്പാത്തി ക്ഷേത്രത്തിന്റെ മഹത്വം പറയുമ്പോൾ സ്വാഭാവികമായും കാശിയെപ്പറ്റി, അവിടത്തെ വിശേഷങ്ങളെപ്പറ്റി പറയുന്നു. ഞാൻ കാശിയിൽ നിന്നുള്ള ലോകസഭാ അംഗമാണ്. അതുകൊണ്ട് എനിക്കത് വളരെ വിശേഷപ്പെട്ടതാണ്. एनडीए सहृदगढ़े, मैं इस पावन भूमि को नमन करता हूं. यहां के महान संत और समाज सुधारक पूज्य श्री नारायण गुरु, पूज्य चेतम्बी स्वामीकल, पूज्य मन्नत पद्मनाभन, पूज्य महात्मा अयनकाली और संत कुरियाकोस एलियास चावरा, मैं इन महान विभूतियों को भी प्रणाम करता हूं. സുഹൃത്തുക്കളെ, ഈ പാവന ഭൂമിയെ ഞാൻ നമസ്കരിക്കുന്നു. ഇവിടുത്തെ മഹാന്മാരായ സാമൂഹ്യ പരിഷ്കർത്താക്കളായ പൂജ്യ ശ്രീനാരായണ ഗുരുദേവനെ, പൂജ്യ ചട്ടമ്പി സ്വാമികളെ, പൂജ്യ മന്നത്ത് പത്മനാഭനെ, പൂജ്യ മഹാത്മാ അയ്യങ്കാളിയെ, അതോടൊപ്പം സെയിന്റ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നീ മഹാ തേജസ്വികളെ ഞാൻ പ്രണാമം ചെയ്യുന്നു. एनडीए सहृदगढ़े दशकों से केरलम स्वार्थी राजनीति के दो मुखौटों के बीच फंसा हुआ है. एक और एलडीएफ तो दूसरी ओर यूडीएफ. एक और कम्युनिस्ट तो दूसरी ओर कांग्रेस. एक भ्रष्ट तो दूसरा महाभ्रष्ट. एक सांप्रदायिक तो दूसरा महासांप्रदायिक. एलडीएफ, यूडीएफ की सारी नीतियां केवल वोट बैंक पॉलिटिक्स के लिए ही होती है. इन्हें केरलम के विकास की कोई परवाह नहीं है. अब मैं आपको भरोसा देता हूं कि यहां बनने वाली बीजेपी एनडीए सरकार केरलम का तेज विकास करेगी, विकसित केरलम बनाएगी
और ये मोदी की गारंटी है। What remain unchanged will change. Now Kerala will be developed. मारा तत्तो इन्हें मारूं, इनी केरളം വളരും. സുഹൃത്തുക്കളെ, പതിറ്റാണ്ടുകളായി കേരളം മുഖം മൂടി അണിഞ്ഞ സ്വാർത്ഥരായ രണ്ട് വിഭാഗം രാഷ്ട്രീയക്കാരുടെ വഞ്ചനയിൽപ്പെട്ട് കിടക്കുകയാണ്. ഒരു ഭാഗത്ത് LDF, മറുഭാഗത്ത് UDF. ഒന്ന് കമ്മ്യൂണിസ്റ്റ്, മറ്റൊന്ന് കോൺഗ്രസ്. ഒന്ന് അഴിമതിക്കാർ, മറ്റേത് മഹാ അഴിമതിക്കാർ. ഒന്ന് വർഗീയവാദികൾ, മറ്റവർ ഭയങ്കര വർഗീയവാദികൾ. LDFന്റെയും UDFന്റെയും എല്ലാ നയങ്ങളും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമാണ്. ഇവർക്ക് കേരളത്തിന്റെ വികസനത്തെപ്പറ്റി ഒരു ചിന്തയുമില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഇവിടെ ഉണ്ടാവാൻ പോകുന്ന BJP NDA സർക്കാർ കേരളത്തിന്റെ ദ്രുതഗതിയിലുള്ള വികസനം സാധ്യമാക്കും. വികസിത കേരളം സൃഷ്ടിക്കും. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. എന്താണോ മാറാതിരുന്നത് അതിനി മാറും. കേരളം വികസിക്കും. മാറാത്തതിനി മാറും. കേരളം ഇനി വളരും. एनडीए सहयोगी LDF और UDF ने दशकों तक मील बांटकर केरलम को लूटा. इनके बीच एक प्रैक्टिकल समझौता रहा है. कुछ साल LDF वाले सरकार चलाएंगे, अपनी जेबें भरेंगे. उसके बाद UDF वाले आकर लूटेंगे. इनके इस गठजोड़ में हमारा केरलम उलझकर रह गया है. एनडीए सुहृदगणे, इन दिनों कम्युनिस्ट और कांग्रेस ने मिलकर एक नया प्रोपेगेंडा शुरू किया है. कम्युनिस्ट कहते हैं कि कांग्रेस बीजेपी की बी टीम है और कांग्रेस वाले कहते हैं कम्युनिस्ट बीजेपी की बी टीम है. यानी LDF और UDF इन लोगों ने भी मान लिया है इस बार केरलम चुनाव में एक टीम अगर कोई है तो वो सिर्फ और सिर्फ BJP ही है. സുഹൃത്തുക്കളെ, പതിറ്റാണ്ടുകളായി LDFും UDFും ഒത്തുചേർന്ന് കേരളത്തെ കൊള്ളയടിച്ചു. ഇവർക്കിടയിൽ വളരെ പ്രായോഗികവും തന്ത്രപ്രധാനവുമായ ഒരു സഖ്യമുണ്ടായിരുന്നു. കുറച്ചു കാലം LDF സർക്കാർ നടത്തും, അവരുടെ കീശ വീർപ്പിക്കും. അതുകഴിഞ്ഞ് UDF വരും, എന്നിട്ട് കൊള്ളയടിക്കും. ഈ വിചിത്ര സഖ്യത്തിൽ നമ്മളുടെ കേരളം കുടുങ്ങിക്കിടന്നു. സുഹൃത്തുക്കളെ, ഈ അടുത്ത കാലത്ത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടി ഒരു പുതിയ പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു കോൺഗ്രസ് BJPയുടെ ബി ടീമാണെന്ന്. കോൺഗ്രസുകാർ പറയുന്നു കമ്മ്യൂണിസ്റ്റുകാർ BJPയുടെ ബി ടീമാണെന്ന്. എന്ന് വെച്ചാൽ രണ്ടുപേരും ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ട്, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എ ടീമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് BJP ആണ്, BJP മാത്രമാണ്. एनडीए सहयोगी केरलम में LDF, UDF दोनों ही बीजेपी पर निशाना साध रहे हैं. इसका मतलब ये
कि ये दोनों भ्रष्टाचारी पार्टियां अगर किसी से डरी हुई है तो वो है बीजेपी। इन्हें बीजेपी का डर इसलिए है क्योंकि इनको लगता है अगर बीजेपी यहां सरकार में आ गई तो इनके सारे काले कारनामों का सच सामने आ जाएगा। दशकों से एलडीएफ, यूडीएफ ने यहां बड़े बड़े घोटाले किए हैं, लेकिन इन दलों की सरकारें कभी भी एक दूसरे पर कार्रवाई नहीं करती। ये आपके सामने सिर्फ झूठे बयान देती है। बीजेपी सरकार आई तो एलडीएफ, यूडीएफ के हर घोटालों की जांच कराएगी, केरलम की जनता को न्याय दिलाएगी। इसलिए ये दोनों गठबंधन केरलम में बीजेपी सरकार बनने के डर से, ये जन सैलाब के समर्थन से इनकी नींद हराम हो गई है, ये डर रहे हैं। സുഹൃത്തുക്കളെ, കേരളത്തിൽ എൽഡിഎഫും യുഡിഎഫും ബിജെപിക്ക് നേരെ ഉന്നം വയ്ക്കുകയാണ്. ഇതിന്റെ അർത്ഥം ഈ രണ്ട് അഴിമതിക്കാരും ആരെയെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ അത് ബിജെപിയെ മാത്രമാണ്. ഇവർ ബിജെപിയെ ഭയക്കുന്നതിന്റെ കാരണം ഇവർക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. കേരളത്തിൽ ബിജെപി സർക്കാർ ഉണ്ടാക്കുന്ന പക്ഷം ഇവരുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരും. പതിറ്റാണ്ടുകളായി എൽഡിഎഫും യുഡിഎഫും വലിയ വലിയ കുംഭകോണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും ഇവർ പരസ്പരം നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇവർ നിങ്ങളുടെ മുമ്പിൽ കള്ള പ്രസ്താവനകളും ഭീഷണികളുമൊക്കെ പരസ്പരം മുഴക്കും. ബിജെപി സർക്കാർ അധികാരത്തിൽ വന്നാൽ എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും സകല കുംഭകോണങ്ങളെ പറ്റിയും അന്വേഷണം നടത്തും. കേരളത്തിലെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കും. ഇതറിയുന്നതുകൊണ്ട് ഈ രണ്ട് മുന്നണികളും കേരളത്തിൽ ബിജെപി സർക്കാർ വരുന്നതിനെപ്പറ്റി ആലോചിച്ച് ഭയപ്പെടുന്നു. ഇന്നിവിടെ കൂടിയിട്ടുള്ള ഈ വലിയ ജനക്കൂട്ടം അവരുടെ മനസ്സുകളിൽ ഭയം സൃഷ്ടിക്കുകയാണ്. एनडीए सुहृदगढ़े, चुनाव में पर्दे के पीछे कौन किसकी बी टीम है, ये केरलम के लोगों के सामने इसकी भी सच्चाई में आज रखने वाला हूं. कांग्रेस और कम्युनिस्ट पूरे देश में एक दूसरे से गठबंधन करते हैं. बिहार देख लीजिए, झारखंड देख लीजिए, आंध्र प्रदेश से लेकर मणिपुर, त्रिपुरा, असम तक कांग्रेस और कम्युनिस्ट का गठबंधन होता है. इंडिया लाइन पे सब साथ में है. दिल्ली में सरकार साथ में चलाई थी, तमिलनाडु में भी ये दोनों एक साथ अलायंस में है. लेकिन यहां केरलम में कांग्रेस और लेफ्ट वाले एक दूसरे को झूठी गाली देते हैं. इसलिए आपको, मेरे केरलम के भाई बहनों को, इन दोनों से ही सावधान रहना है. സുഹൃത്തുക്കളെ, തെരഞ്ഞെടുപ്പിൽ കർട്ടന് പിറകിൽ ആരാരുടെ ബി ടീമാണ് എന്ന് ഞാൻ ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാം. ആ സത്യം ഞാൻ പറയാം. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും രാജ്യത്ത് മുഴുവൻ പരസ്പര സഖ്യത്തിലാണ്. ബീഹാർ, ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ് തുടങ്ങി
മണിപ്പൂർ, ത്രിപുര, ആസാം വരെ ഇവർ തമ്മിൽ സഖ്യമുണ്ട്. ഇന്ത്യ സഖ്യമുണ്ട്. പണ്ടിവർ ഡൽഹിയിൽ ഒരുമിച്ച് ഭരിച്ചിരുന്നു. തമിഴ്നാട്ടിലും ഇവർ തമ്മിൽ സഖ്യത്തിലാണ്. എന്നാൽ കേരളത്തിൽ കോൺഗ്രസും ഇടതും പരസ്പരം വ്യാജ ആരോപണങ്ങളും അതോടൊപ്പം ചീത്തവിളിയും നടത്തും. അതുകൊണ്ട് നിങ്ങൾ ഈ കേരളത്തിലെ സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഈ രണ്ടു കൂട്ടരെയും നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. एनडीए सौद गए केरलम में टीम बीजेपी और टीम एनडीए सरकार बनाने के लिए मैदान में है। हम केरलम की जनता के आशीर्वाद से, आप सबके आशीर्वाद से यहां सरकार बनाएंगे और हम केरलम की सेवा में कोई कोर कसर बाकी नहीं छोड़ेंगे। एनडीए का लक्ष्य है केरलम के लोगों के सपने पूरे करना। हमने केंद्र में रहते हुए केरलम के विकास के लिए हर प्रयास किए हैं। जब कांग्रेस केंद्र सरकार में थी, तब केरलम को केंद्र से 10 साल में जितना पैसा मिला, हमने उससे 5 गुना ज्यादा बजट केरलम को दिया है। अर्बन डेवलपमेंट, रोड निर्माण, रेलवे विकास, एग्रीकल्चर डेवलपमेंट, जल जीवन मिशन, पीएम आवास, ये पैसा हर क्षेत्र के लिए दिया गया। लेकिन यहां की राज्य सरकार ने इस पैसे का सही इस्तेमाल नहीं किया। इन पैसों पर आपका अधिकार था, उन्होंने लूटने का काम किया है। സുഹൃത്തുക്കളെ, കേരളത്തിൽ ടീം ബിജെപിയും ടീം എൻഡിഎയും സർക്കാർ ഉണ്ടാക്കാനുള്ള മത്സരത്തിൽ മൈതാനത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ അനുഗ്രഹത്താൽ സർക്കാർ ഉണ്ടാക്കുക തന്നെ ചെയ്യും. എന്നിട്ട് നമ്മൾ കേരളത്തെ സേവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഒന്നും ബാക്കി വയ്ക്കില്ല. ബിജെപിയുടെ ലക്ഷ്യം കേരളത്തിലെ ജനങ്ങളുടെ സ്വപ്നം പൂർത്തീകരിക്കുക എന്നതാണ്. നമ്മൾ കേന്ദ്രത്തിൽ ഭരണത്തിൽ ഇരുന്നുകൊണ്ട് കേരളത്തിന്റെ വികസനത്തിനായി എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട്. കോൺഗ്രസുകാർ കേന്ദ്രത്തിലിരിക്കുമ്പോൾ എത്ര പൈസയാണോ 10 വർഷം കൊണ്ട് കേരളത്തിന് കൊടുത്തത്, അതിന്റെ 5 ഇരട്ടിയിലധികം പണം നമ്മൾ കേന്ദ്രത്തിലിരിക്കുമ്പോൾ കേരളത്തിന് കൊടുത്തിട്ടുണ്ട്. നഗരവികസനം, റോഡ് നിർമ്മാണം, റെയിൽവേയുടെ വികസനം, കൃഷിയുടെ വികസനം, പുരോഗതി, ജൽജീവൻ മിഷൻ, പ്രധാനമന്ത്രി ആവാസ് യോജന, നമ്മൾ എല്ലാ മേഖലയ്ക്കും ഈ പണം കൊടുത്തിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ ഈ പണം ശരിയായ രീതിയിൽ ചെലവാക്കിയിട്ടില്ല. അവർ നിങ്ങൾക്ക് അധികാരപ്പെട്ട പണം കൊള്ളയടിക്കുകയായിരുന്നു. एनडीए सौहृदगढ़े आज केरलम पर 5 लाख करोड़ रुपए से ज्यादा का कर्ज हो गया है। 10 साल में ये कर्ज 3 गुने से ज्यादा बढ़ा है। ऐसे में केरलम के लोग सवाल पूछ रहे हैं, केरलम के हिस्से का, जनता की मेहनत का ये पैसा कहां जा रहा है? जवाब एक ही है, एलडीएफ वालों की जेबों में। जब यहां एनडीए सरकार आएगी तो भ्रष्टाचारियों से ये पैसा वसूला जाएगा और केरलम की जनता के विकास में लगाया जाएगा। സുഹൃത്തുക്കളെ,
ഇന്ന് കേരളം 5 ലക്ഷം കോടി രൂപയിലധികം കടം കയറിയ അവസ്ഥയിലാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കടം 3 ഇരട്ടിയിലധികമായി. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചോദ്യം ചോദിക്കുകയാണ്, കേരളത്തിന് അവകാശപ്പെട്ട പണം, കേരളത്തിലെ ജനങ്ങളുടെ അധ്വാനത്തിന്റെ വിലയായ പൈസ എവിടെ പോയി എന്ന്. ഇതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, LDFകാരുടെ കീശയിൽ പോയി. ഇവിടെ NDA സർക്കാർ വന്നാൽ അഴിമതിക്കാരുടെ കയ്യിൽ നിന്നും അവർ മോഷ്ടിച്ച പൈസ തിരിച്ചുപിടിക്കും. എന്നിട്ട് ആ പൈസ കേരളത്തിലെ ജനങ്ങളുടെ വികസനത്തിനായി ചെലവഴിക്കും. NDA सरकार केरलम के पास भरपूर सामर्थ्य है, यहां प्राकृतिक संसाधन है, समुद्र है, खेती है, पर्यटन की अपार संभावनाएं हैं और यहां के शिक्षित युवाओं की प्रतिभा, मेहनत और क्षमता, ये सब केरलम की बहुत बड़ी पूंजी है. फिर भी केरलम आज पलायन की विभीषिका से जूझ रहा है. पिछले 10 वर्षों में यहां राज्य सरकार द्वारा कोई ऐसा बड़ा औद्योगिक प्रोजेक्ट नहीं शुरू हुआ जिससे यहां के युवाओं को रोजगार मिलता. आपके मोबाइल पर तुरंत आएगी ब्रेकिंग न्यूज, स्क्रीन पर सबसे पहले दिखेगी बड़ी खबर, देश दुनिया की हर खबर एक जगह. अब आपके मोबाइल पर तुरंत फटाफट इंस्टॉल कीजिए न्यूज नेशन ऐप और रखिए खुद को अपडेट.